യേശുവിൽ പ്രിയ സ്നേഹിതരെ, ഓരോ നോയമ്പ് കഴിയുമ്പോഴും യേശുവിൻ്റെ സ്നേഹത്തിൽ, യേശുവിനോടുള്ള സ്നേഹത്തിലും ശുശ്രൂഷയിലും വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് എപ്രകാരമാണ് യേശുവിൻ്റെ ശുശ്രൂഷയെന്ന് പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഒരു കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെട്ട് കിടക്കുന്ന വ്യക്തിയുടെ അടുക്കലേക്ക് സമരക്കാർ ചെന്നിട്ട് ചെയ്യുന്ന കാര്യമുണ്ട്. അവന് സ്വന്തമായിട്ട് അർഹതപ്പെട്ട എണ്ണയും വീഞ്ഞും അവനായിട്ട് പങ്കുവെക്കുന്നു. അതുമാത്രമല്ല, താൻ യാത്ര ചെയ്തുകൊണ്ടിരുന്ന കഴുതയുടെ പുറത്ത് ആ രോഗിയെ കയറ്റുന്നു. തനിക്കും തൻ്റെ കുടുംബത്തിനും അർഹതപ്പെട്ട സമ്പത്ത് ആ വ്യക്തിക്ക് വേണ്ടി കൊടുക്കുവാൻ തയ്യാറാകുന്നു. അത് തൽക്കാലം മാത്രമല്ല, അദ്ദേഹം പറയുന്ന മറ്റൊരു വാക്കുണ്ട്: ഇനിയും കൂടുതൽ എന്തെങ്കിലും ചിലവായി കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് വരുമ്പോൾ തിരിച്ചു തരാമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ നോയമ്പുകാലം നമുക്ക് അർഹതപ്പെട്ടത് പങ്കുവെക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറാകാം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ സ്വാർത്ഥത കളഞ്ഞ് കൂടുതൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വളരുവാൻ നമുക്ക് സാധിക്കുക. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വളരുന്നതിൻ്റെ അടയാളമാണ്, പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 5:41 ഈശോ പ്രകാരം പറയുന്നു: തന്നോടുകൂടി 1 മൈൽ പോകാൻ ആഗ്രഹിക്കുന്നവരോടുകൂടി 2 മൈൽ പോവുക. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ദൈവവിളിയോട് പ്രത്യുത്തരം കൊടുത്തുകൊണ്ട് സഹജീവികളുടെ വേദനയിൽ പങ്കുചേർന്ന് 1 മൈൽ പോയിട്ടുണ്ടായിരിക്കാം. 1 മൈൽ പോകാൻ ആഗ്രഹിക്കുന്നവരോടുകൂടി 2 മൈൽ പോയിട്ടുണ്ട്. എന്നാൽ ഈ വർഷം മുതൽ അതുമാത്രമല്ല, ഈ നോയമ്പ് കഴിയുമ്പോൾ 2 മൈലിന് പകരം 3-ാമത്തെ മൈൽ പോകാം. 3-ാമത്തെ മൈൽ പോയിക്കൊണ്ടിരിക്കുന്നവർ 4-ാമത്തെ മൈൽ പോകാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, കുറേ കൂടെ ദൈവവിളിയുള്ളവർ പൂർണ്ണമായിട്ടും അർഹതയുള്ള വ്യക്തിയുടെ കൂടെ പോവുക. അങ്ങനെ നിങ്ങൾക്ക് ഈ നോയമ്പ് കഴിയുമ്പോൾ ഒരു മുഴുവൻ സമയവും യേശുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന, യേശുവിന് വേണ്ടി രാജ്യങ്ങളെയും ദേശങ്ങളെയും ഭാഷക്കാരെയും ഗോത്രങ്ങളെയും നേടുന്ന വ്യക്തിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു അപ്രകാരം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.